നമസ്കാരം. 15 കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാൻ അവകാശമുണ്ട് എന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് ശരിവച്ച സുപ്രീം കോടതി. പ്രായപൂർത്തിയാകാതെ വിവാഹം കഴിച്ചവരെ സംരക്ഷിക്കുന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ ബാലാവകാശ കമ്മീഷന് എന്ത് കാര്യമെന്നും ജസ്റ്റിസ് ബി നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. നിയമപരമായി 18 വയസ്സ് തികയാത്ത പെൺകുട്ടിക്ക് വിവാഹം ചെയ്യാനാകില്ല എന്നിരിക്കെ വ്യക്തി നിയമത്തിന്റെ മാത്രം പിൻബലത്തിൽ അത് സാധ്യമാകുമോ എന്ന നിയമപ്രശ്നമെങ്കിലും തുറന്നു വയ്ക്കണമെന്ന ബാലാവകാശ കമ്മീഷന്റെ ആവശ്യവും സുപ്രീം കോടതി തള്ളി. വ്യക്തി നിയമപ്രകാരം 15 കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാൻ അവകാശമുണ്ട് എന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവച്ചിരിക്കുകയാണതോടെ സുപ്രീം കോടതി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ അപ്പീൽ തള്ളിയ സുപ്രീം കോടതി ബാലാവകാശ കമ്മീഷനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. പ്രായപൂർത്തിയാകാതെ വിവാഹം കഴിച്ചവരെ സംരക്ഷിക്കുന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ ബാലാവകാശ കമ്മീഷന് എന്ത് കാര്യമാണെന്നും ജസ്റ്റിസ് ബി നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. നിയമപരമായി 18 വയസ്സ് തികയാത്ത പെൺകുട്ടിക്ക് വിവാഹം ചെയ്യാനാകില്ല എന്നിരിക്കെ വ്യക്തി നിയമത്തിന്റെ മാത്രം പിൻബലത്തിൽ അത് സാധിക്കുമോ എന്ന നിയമപ്രശ്നമെങ്കിലും തുറന്നു വയ്ക്കണമെന്ന ബാലാവകാശ കമ്മീഷന്റെ ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ഇതിൽ നിയമപ്രശ്നമൊന്നും ബാക്കി നിൽക്കുന്നില്ല എന്നും അതുചിതമായ കേസിൽ ഉന്നയിച്ചു കൊള്ളാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പ്രായപൂർത്തിയായില്ല എങ്കിലും മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഋതുമതിയായ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാനും ഒപ്പം താമസിക്കാനും മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമില്ല എന്നായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതിയുടെയും വിധി. 16-കാരിയും 21-കാരനും വീട്ടുകാരിൽ നിന്ന് സുരക്ഷ ആവശ്യപ്പെട്ട് നൽകിയ കേസിലാണ് വിധി ഉണ്ടായിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്താണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയിലെത്തിയത്. എന്നാൽ ബാലാവകാശ കമ്മീഷന്റെ അപ്പീൽ തള്ളിയ കോടതി കമ്മീഷനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു. 2022 നടന്ന 16-കാരിയുടെയും 21-കാരൻ്റെയും വിവാഹ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഹൈക്കോടതി ഇരുവർക്കും അനുകൂലമായ വിധി പുറപ്പെടുവിച്ചതും സംരക്ഷണം ഒരുക്കിയതും. മുസ്ലിം വ്യക്തി നിയമത്തെ ആയിരുന്നു ഹൈക്കോടതി ഈ കേസിൽ ഉയർത്തിക്കാട്ടിയത്. മുസ്ലിം വ്യക്തി നിയമപ്രകാരം പ്രായപൂർത്തിയായില്ല എങ്കിലും ഋതുമതിയായ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിച്ച് ഒപ്പം താമസിക്കാൻ മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമില്ല എന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയും ഡൽഹി ഹൈക്കോടതിയും വിധിച്ചിരുന്നു. 16-കാരിയും 21-കാരനും വീട്ടുകാരിൽ നിന്ന് സുരക്ഷ തേടിയപ്പോഴായിരുന്നു ഇത്. മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നായ സർ ദിൻഷാ ഫർദുൻജി മുല്ലയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോയുടെ 195 അനുച്ഛേദ പ്രകാരം പ്രത്യുൽപാദന ശേഷി കൈവരുന്ന പ്രായമായാൽ വിവാഹിതരാകാമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി പറയുകയായിരുന്നു. അത് തെളിയിക്കാനാകാത്ത പക്ഷം 15 വയസ്സ് തികഞ്ഞാൽ മതി. 15-കാരിയെ വിവാഹം കഴിച്ചയാൾക്കെതിരെ വീട്ടുകാർ പോക്സോ കേസ് നൽകിയിരുന്നു. കോടതി അത് തള്ളി. ബലാത്സംഗമാണ് നടന്നതെങ്കിൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരം പ്രായപൂർത്തിയായി എന്നത് പോക്സോ കുറ്റം ഒഴിവാക്കാനുള്ള കാരണമല്ല എന്ന മറ്റൊരു കേസിൽ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 18 വയസ്സ് തികയാത്ത പെൺകുട്ടിക്ക് നിയമപരമായി വിവാഹം കഴിക്കാനാകില്ല എന്നിരിക്കെ വ്യക്തി നിയമത്തിന്റെ മാത്രം പിൻബലത്തിൽ അത് സാധിക്കുമോ എന്ന നിയമപ്രശ്നമെങ്കിലും തുറന്നു വയ്ക്കണമെന്ന കമ്മീഷന്റെ ആവശ്യവും കോടതി തള്ളുകയായിരുന്നു. ഇതിൽ നിയമപ്രശ്നം ഒന്നും ബാക്കി നിൽക്കുന്നില്ല എന്നും ഇത് ഉചിതമായ കേസിൽ ഉന്നയിച്ചു കൊള്ളാനും ജസ്റ്റിസ് ആർ മഹാദേവൻ കൂടി അംഗമായ ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു.